പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ഈശോയെ, അങ്ങ് കുരിശിൽ ചിന്തിയ രക്തത്തിൻ്റെ യോഗ്യതയിലും കുരിശിൽ അങ്ങ് നേടിയ വിജയത്തിലും ആശ്രയിച്ചുകൊണ്ട് അങ്ങയോട് ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന എന്നെയും ഈ മക്കളെയും, ഞങ്ങളുടെ കുടുംബങ്ങളെയും, ഞങ്ങളുടെ മക്കളെയും, ഞങ്ങളുടെ പൗരോഹിത്യം, കുടുംബജീവിതം, ശുശ്രൂഷകൾ, ജോലി, ബിസിനസ്, പഠനം, ജീവിതത്തിൻ്റെ എല്ലാ ഉദ്യമങ്ങളെയും, അതിനെല്ലാം നാശത്തെ ആഗ്രഹിക്കുന്ന എല്ലാവിധ പൈശാചിക സ്വാധീനങ്ങളെയും അന്ധകാര ശക്തികളെയും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിർവീര്യമാക്കി കർത്താവിൻ്റെ കുരിശിന്റെ ചുവട്ടിൽ സമർപ്പിക്കുന്നു. കർത്താവെ, അങ്ങയുടെ നീതി അനുസരിച്ച് അവയോട് പെരുമാറണമേ. ഞങ്ങളെ ഏവരെയും, ഞങ്ങളുടെ മക്കളെയും, ഞങ്ങളുടെ കുടുംബത്തെയും, എൻ്റെ പൗരോഹിത്യത്തെയും, ഈ മക്കളുടെ കുടുംബജീവിതത്തെ, സാമ്പത്തിക മേഖല, എല്ലാ ഉദ്യമങ്ങളെയും പരിശുദ്ധാത്മാവിനാൽ നിറച്ച് സ്നേഹം, ശാന്തി, ആനന്ദം, ദയ, ക്ഷമ, നന്മ, വിനയം, സൗമ്യത, സമാധാനം, സന്തോഷം, സൗഖ്യം, വിടുതൽ, സമൃദ്ധി, എല്ലാ കൃപാദാനങ്ങളും അനുഗ്രഹങ്ങളും നിറച്ച് നൽകി അനുഗ്രഹിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ പന്തക്കുസ്ത ഒരുക്ക ധ്യാനത്തിന്റെ 4-ാം ദിവസത്തിലും 4-ാം ദിവസത്തെ നൊവേനയിലും പ്രാർത്ഥനയിലും നമ്മളായിരിക്കുകയാണ്. കർത്താവ് നമ്മളെ യാതൊരു കുറവുമില്ലാതെയാണ് നയിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനായിട്ട് ഈശോ സ്ലിഹമാട് പറഞ്ഞു, നിങ്ങൾ കർത്താവിന്റെ വാഗ്ദാനം കാത്തിരിക്കുക. അതിനുവേണ്ടി കാത്തിരിക്കുന്ന ഒരു സമയം പന്തക്കുസ്തായുടെ ഒരുക്കത്തിന്റെ ദിവസങ്ങൾ. അതുപോലെ അവരൊരുങ്ങി വിശുദ്ധീകരിച്ചു. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇന്നലെ നമ്മൾ കണ്ടു, ശരീരം അതിനെ വിശുദ്ധീകരിക്കും. നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന തിരുവചന ഭാഗം ജ്ഞാനത്തിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 4-ഉം 5-ഉം തിരുവചനങ്ങൾ പറയണ, ജ്ഞാനം കപട ഹൃദയത്തിൽ പ്രവേശിക്കുകയില്ല. പരിശുദ്ധാത്മാവ് കപട ഹൃദയത്തിൽ പ്രവേശിക്കത്തില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയം കപടമാകരുത്. ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ, എൻ്റെ ഉൾപ്പെടെ പല മേഖലയിലും നമ്മൾ ഇരുന്ന് ചിന്തിക്കുമ്പോൾ ഒരു കപടത, മറ്റുള്ള മുമ്പിൽ നമ്മൾ പലതും പറയും, പക്ഷെ ഒരു കപട ഹൃദയം, ആ ഹൃദയത്തിൽ കർത്താവ് പരിശുദ്ധ വസിക്കത്തില്ല. ഇവിടെ പറയാം, പാപത്തിന് അടിമയായ ശരീരത്തിൽ വസിക്കത്തില്ല. നമ്മുടെ ശരീരത്തിൽ നിറയണമെങ്കിൽ, ഹൃദയത്തിൽ നിറയണമെങ്കിൽ അത് പാപം നിറഞ്ഞതായിട്ടിരിക്കരുത്, കപട ഹൃദയമായിരിക്കരുത്. നിർമ്മല ഹൃദയം, പരിശുദ്ധ മനസാക്ഷി, വിശുദ്ധമായ ഹൃദയം, അതിലാണ് പരിശുദ്ധാത്മാവ് വസിക്കത്തുള്ളൂ, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കത്തുള്ളൂ, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ പ്രവർത്തന നിരതമാവത്തുള്ളൂ. വീണ്ടും പറയണം, വിശുദ്ധവും സുശിക്ഷിതവുമായ ആത്മാവ് വഞ്ചനയിൽ നിന്ന് ഓടി അകലുന്നു. എന്താണ് വിശുദ്ധം? അതോടൊപ്പം തന്നെ സുശിക്ഷിതം, അതായത് ശരിക്കും ഡിസിപ്ലിൻ, നിയന്ത്രിക്കപ്പെട്ട കുത്തഴിഞ്ഞ ജീവിതമല്ല, സുശിക്ഷിതം. ശിക്ഷിതം എന്ന് പറഞ്ഞാൽ ശിക്ഷണം ഏറ്റെടുത്തുകൊണ്ട്, അതോടൊപ്പം തന്നെ എന്താണ് വിശുദ്ധമായ ഒരു ശരീരം. അതുകൊണ്ട് ആത്മാവ് ആ അവസ്ഥയിൽ നിന്ന് വഞ്ചന, അതിൽ നിന്ന് ഓടിയ അശുദ്ധമായ അവസ്ഥയിൽ നിന്ന്, ഒരു ശിക്ഷിതമല്ലാത്ത എന്ന് പറഞ്ഞ ഒരു നിയന്ത്രണമില്ല, കുത്തഴിഞ്ഞ ജീവിതം, അനുസരണയില്ല, ആ പിന്നെ വഞ്ചിക്കുന്ന, ചതിക്കുന്ന, എന്താ കപടമാക്കപ്പെട്ട ഈ അവസ്ഥയിൽ നിന്നൊക്കെ ദൈവത്തിന്റെ ആത്മാവ് ഓടിയത്. വീണ്ടും പറയാണ്, മൂഢാലോചനകളോട് വേഗം വിട പറയുന്നു. മൂഢാലോചന, വേണ്ടാത്ത ആലോചന, പാപം ചെയ്യാനുള്ള ആലോചന, അല്ലെങ്കിൽ തിന്മ ചെയ്യാനുള്ള ആലോചന, മൂഢമായ ആലോചനകൾ. ദൈവത്തിന്റെ മനസ്സറിഞ്ഞ് ജീവിക്കേണ്ടതിന് പകരം മനുഷ്യൻ ആലോചിക്കുന്നു, പദ്ധതികൾ വിഭാവനം ചെയ്തു, അതിൽ നിന്നൊക്കെ പരിശുദ്ധാത്മാവ് ഓടിയത് പറയണ, അനീതിയുടെ സാമീപ്യത്തിൽ ലജ്ജിക്കുന്നു. അനീതി. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ നീതി പ്രവർത്തിക്കണം, അനീതി വിട്ടുപേക്ഷിക്കണം. എന്താണ്? മൂഢാലോചനകൾ വിട്ടുപേക്ഷിക്കണം. കപട ഹൃദയം, പാപം നിറഞ്ഞ ശരീരം, അശുദ്ധമാക്കപ്പെട്ട അവസ്ഥ, ശിക്ഷിതമല്ലാത്ത കുത്തഴിഞ്ഞ ജീവിതം, ഇതെല്ലാം വിട്ടുപേക്ഷിച്ച് നമ്മുടെ ജീവിതങ്ങളെ
നമ്മുടെ ഹൃദയത്തെ അവക്രമാക്കണം, ശരീരത്തെ വിശുദ്ധമാക്കണം, അനീതി വിട്ടുപേക്ഷിക്കണം. എന്താ പറയാ, വഴിതെറ്റിയ ജീവിതം. അതാണ് കർത്താവിനെ സ്വീകരിക്കാൻ യോഹന്നാൻ പറഞ്ഞു, വളഞ്ഞ വഴികളൊക്കെ നേരെയാക്കുക, പരുത്തവയൊക്കെ മൃദുവാക്കുക, ഈ കുന്നുകളായിട്ട് നിൽക്കുന്നതൊക്കെ നിരത്തുക, താഴ്വരകളൊക്കെ ഉയർത്തുക. അങ്ങനെ പരിശുദ്ധാത്മാവ് നിറയപ്പെടാൻ, പരിശുദ്ധാത്മാവിനെ മാത്രം നയിക്കപ്പെടാൻ നമ്മുടെ ഉള്ളിലുള്ള ഹൃദയത്തെ വിശുദ്ധമാക്കി എല്ലാ വക്രതകളും എടുത്തു മാറ്റി, എല്ലാ അശുദ്ധിയും എടുത്തു മാറ്റി, അനീതി വിട്ടുപേക്ഷിച്ച് വിശുദ്ധമായ അവസ്ഥയിൽ പാപകരമായി ഇതൊക്കെ വിട്ടുപേക്ഷിച്ച് അച്ഛൻ പറഞ്ഞില്ലേ, പരിശുദ്ധ ആത്മാവിനെ സ്വീകരിക്കാൻ ശരീരത്തെ, ഹൃദയത്തെ, മനസ്സിനെ, ചിന്തകളെ, വികാരങ്ങളെ, ആസക്തികളെ വിശുദ്ധമാക്കണം. അത് നമ്മളാൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. വേണ്ടാത്ത ആസക്തികൾ, വേണ്ടാത്ത പാപ സാഹചര്യങ്ങൾ, വേണ്ടാത്ത പുസ്തകങ്ങൾ, വേണ്ടാത്ത സിനിമകൾ, വേണ്ടാത്ത കൂട്ടുകെട്ടുകൾ, വേണ്ടാത്ത ഫോൺ വിളികൾ, നമ്മുടെ ശരീരത്തെ, മനസ്സിനെ, ചിന്തകളെ, ഹൃദയത്തെ അശുദ്ധമാക്കുന്ന കാര്യങ്ങൾ, അതെല്ലാം നമ്മൾ വിട്ടുപേക്ഷിക്കും. എന്നിട്ട് പരിശുദ്ധാത്മാവേ, ഞാൻ അങ്ങേക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവേ, പരിശുദ്ധ ആത്മാവേ, ഹോളി സ്പിരിറ്റ് എന്നിൽ നിറയണം, എൻ്റെ ശരീരത്തിൽ. അതിന് സാധിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ തീരുമാനം കൊണ്ടും നമ്മുടെ പാപ സാഹചര്യങ്ങളുണ്ടല്ലോ അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ടും പരിശുദ്ധാത്മാവിന് വേണ്ടി അതുപോലെ ആഗ്രഹിച്ച് നമ്മ തന്നെ ഹൃദയത്തെ, മനസ്സിനെ, ചിന്തകളെ, വികാരങ്ങളെ, ആസക്തികളെ, അവയവങ്ങളെ വിശുദ്ധീകരിച്ച് അതിനു വേണ്ട തീരുമാനങ്ങൾ എടുക്കണം. കർത്താവിന്റെ തിരുരക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാവല്ലാത്ത മറ്റൊരാത്മാവോ മറ്റൊരു അശുദ്ധിയോ മാലിന്യങ്ങളോ ഒന്നും ഇല്ലാത്ത രീതിയിൽ തീരുമാനിച്ച് അതുപോലെ കുമ്പസാരിച്ച് നമ്മളെ തന്നെ ഒരുക്കുക, ഹൃദയത്തെ നൈർമല്യമാക്കുക. അതിന് വിരുദ്ധമായ അനീതി, വക്രത, കപടത, അശുദ്ധി, മാലിന്യങ്ങൾ ഒക്കെ വിട്ടുപേക്ഷിക്കും. എന്നിട്ട് നമുക്ക് പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാം. അതുകൊണ്ട് ഈ വചനം ജ്ഞാനം 1-ാം അധ്യായത്തിന്റെ 4ഉം 5ഉം വചനം എടുത്ത് നന്നായിട്ടൊന്ന് ധ്യാനിച്ച് അവനവനെ തന്നെ പരിശോധിച്ച് നമ്മുടെ കുടുംബത്തെയും മക്കളെയൊക്കെ ഒന്ന് പരിശോധിച്ച് സമർപ്പിച്ച് കർത്താവിന്റെ വലിയ കരുണയ്ക്കായിട്ട് നമ്മെ തന്നെ വിശുദ്ധീകരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഒരുങ്ങാം, പരിശുദ്ധാത്മാവിന് വേണ്ടി ഒരുക്കാം നമ്മെ, നമ്മുടെ കുടുംബത്തെയും ഈ ഒരു വചനത്തിന്റെ അടിസ്ഥാനത്തിൽ. ഈശോ അനുഗ്രഹിക്കട്ടെ. ദൈവം നമ്മുടെ കൂടെ ഉണ്ട് മക്കളെ. ദൈവം നമ്മളെ സഹായിക്കും എല്ലാത്തിനും വേണ്ടി. പരിശുദ്ധമ്മ നമ്മുടെ കൂടെയുണ്ട്, യോസേപ്പ് പിതാവ് നമ്മുടെ കൂടെയുണ്ട്, എല്ലാ വിശുദ്ധരും നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കേട്ടോ. ഈ ദിവസങ്ങളിൽ അനേകം കൂട്ടായ്മകളിൽ അനേകം മക്കൾ പന്തകുസ്ത ഒരുക്ക ധ്യാനത്തിലും പ്രാർത്ഥനയിലൊക്കെയാണ് കേട്ടോ. ആ ഒരു വലിയ കൂട്ടായ്മയുടെ പിൻബലവും കൂട്ടായ്മയുടെ ഐക്യവും നമുക്കും ഉണ്ട്. നമുക്ക് ഇന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ മക്കളെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, പാപികളും ബലഹീനരുമായ ഞങ്ങളെ അങ്ങയുടെ മക്കളാക്കി ഉയർത്തിക്കൊണ്ട് അങ്ങ് ഞങ്ങളോട് കാണിച്ച വലിയ കരുണ എത്രയോ വലുതാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അങ്ങ് കുരിശുമരണത്തിലൂടെ ഞങ്ങളെ വീണ്ടെടുത്ത് രക്ഷിച്ചു. ആ കുരിശുമരണശക്തിയാൽ, അങ്ങയുടെ പരിശുദ്ധ രക്തത്തിന്റെയും ജീവന്റെയും വിലയാൽ അങ്ങ് ഞങ്ങളെ വീണ്ടും ജീവനിലേക്ക് നയിച്ചു. കർത്താവെ, അങ്ങ് ഞങ്ങളുടെ ജീവിതങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ട് അങ്ങയുടെ ആത്മാവിനെ തന്നെ ഞങ്ങൾക്ക് നൽകി. പരിശുദ്ധ ആത്മാവിനാൽ നിറയപ്പെട്ട് ജീവിക്കാനും അങ്ങയെ തന്നെ സ്വന്തമാക്കി ജീവിക്കാനുമുള്ള മഹാഭാഗ്യം, ചിന്തിക്കാൻ പോലും പറ്റാത്ത ഭാഗ്യമാണല്ലോ ഈശോയെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അതിലൊന്നും ഞങ്ങൾ പലപ്പോഴും വില കൊടുക്കാതെ, അത് സ്വന്തമാക്കാതെ ഞങ്ങൾ ഞങ്ങളുടെ വഴിക്ക് പോയിട്ടുണ്ട്. അതൊക്കെ തന്നെ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും നാശത്തിലേക്ക് നയിച്ചു. എന്നാൽ കർത്താവ്, ഞങ്ങൾ അറിയുന്നു, ഞങ്ങൾ അങ്ങയുടെ അഭിഷേകം പ്രാപിച്ച് ശക്തി പ്രാപിച്ച് ജീവിക്കേണ്ടവരാണ്. ശിൽകന്മാര് ആ അഭിഷേകം പ്രാപിച്ചപ്പോ അവരിൽ വന്ന മാറ്റം ഞങ്ങൾ കാണുന്നു. കർത്താവ്, ഞങ്ങൾ ഓരോ അനുഭവങ്ങള്, സാവൂളിനെ ഞങ്ങൾ കണ്ടു, മറ്റൊരു മനുഷ്യനായി സാവൂള് മാറി, സാംസന് ശക്തിയുള്ളവനായിട്ട് മാറി, പ്രവാചകന്മാര്, ദാവീദ്. കർത്താവേ, അതുപോലത്തെ അഭിഷേകമാണല്ലോ അങ്ങ് ഞങ്ങൾക്ക് തരുന്നത്. അത് സ്വീകരിക്കാൻ ഞങ്ങൾക്കിടയാക്കണമേ. അങ്ങ് പറഞ്ഞില്ലേ, കപടമായ ഹൃദയം, വക്രത, അനീതി, അശുദ്ധി, പാപം നിറഞ്ഞ ശരീരം, ഇതിലൊന്നും പരിശുദ്ധാത്മാവിന് വസിക്കാനോ
പ്രവർത്തിക്കാനോ കഴിയില്ല. കർത്താവ്, ഞങ്ങൾ ഏറ്റവും എളിമയോടുകൂടി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ശരീരങ്ങളെ സമർപ്പിക്കുന്നു, ഹൃദയങ്ങളെ സമർപ്പിക്കുന്നു. ചിന്ത, വികാരങ്ങള്, തീരുമാനങ്ങള്, പ്രവൃത്തികള്, കാഴ്ചകള്, കേൾവികള്, ഞങ്ങളുടെ മനസ്സും മനസ്സാക്ഷിയും എല്ലാം സമർപ്പിക്കുന്നു. കർത്താവെ, ഒത്തിരിയേറെ പാപങ്ങളും അശുദ്ധിയും ആസക്തികളും ദുശീലങ്ങളും തർക്കദോഷങ്ങളും മ്ലേച്ഛതയും നിറഞ്ഞ ഞങ്ങളുടെ ശരീരം, ഞങ്ങളുടെ വികാരങ്ങള്, ഞങ്ങളുടെ ഹൃദയം, വക്രതയുള്ള ഹൃദയം, കർത്താവേ, വഴിപ്പിഴച്ച ജീവിതം, ജഡികാസക്തിയാൽ നിറഞ്ഞ വികാരങ്ങള്, ഒത്തിരിയേറെ ആസക്തികളെ കലുഷിതമായ മനസ്സ് എല്ലാം സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പാപങ്ങളോർത്ത് ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. ഞങ്ങളുടെ വക്രതയോർത്ത്, കപടതയോർത്ത്, അനീതിയോർത്ത് കർത്താവ് ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. അതെല്ലാം ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കാൻ കർത്താവ് ഞങ്ങളിതാ അങ്ങയുടെ അരികിലേക്ക് ഓടി വരുന്നു. ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവേ, അങ്ങ് ഞങ്ങളിൽ നിറഞ്ഞ് പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ചൊക്കെ ഞങ്ങൾക്ക് ബോധ്യം നൽകണമേ. അനുതാപത്തോടെ, പശ്ചാത്താപ കണ്ണുനീരോടെ കുമ്പസാരിച്ച് അങ്ങയിലേക്ക് തിരിയാനും വീണ്ടും പരിശുദ്ധാത്മാവിനാൽ ശക്തി പ്രാപിച്ച് പരിശുദ്ധാത്മാവ് പരിശുദ്ധമായ ഹൃദയത്തിൽ, പരിശുദ്ധമായ മനസ്സിൽ, പരിശുദ്ധമായ ശരീരത്തിൽ വസിക്കത്തക്ക വിധം ഞങ്ങൾ തന്നെ വിശുദ്ധീകരിക്കാൻ കർത്താവെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ഞങ്ങളെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. അങ്ങേ രക്തത്താൽ കഴുകി ശിരസ് മുതൽ പാദം വരെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തെ, മനസ്സിനെ, ചിന്തകളെ, വികാരങ്ങളെ, ആസക്തികളെ, തോന്നലുകളെ, ഇഷ്ടങ്ങളെ എല്ലാം അവിടുന്ന് വിശുദ്ധീകരിക്കണമേ. അങ്ങനെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ നയിക്കപ്പെടട്ടെ, നിയന്ത്രിക്കപ്പെടട്ടെ, ശക്തീകരിക്കപ്പെടട്ടെ. മക്കളെ സമർപ്പിക്കാം, കുടുംബാംഗങ്ങളെ സമർപ്പിക്കാം, നമ്മുടെ വ്യക്തി ജീവിതങ്ങളെ സമർപ്പിക്കാം. നാലാം ദിനത്തിലെ നൊവേനയിലേക്ക്, പ്രാർത്ഥനയിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മേൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥന. എല്ലാറ്റിനെയും നവീകരിക്കുന്നവനും വിശുദ്ധീകരിക്കുന്നവനുമായ പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ. അവിടുന്ന് ഞങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയും ശക്തമായി ഞങ്ങളിൽ ആവസിക്കുകയും അവിടുത്തെ സ്നേഹത്തിന്റെ കതിരുകൾ ഞങ്ങളിൽ പരത്തുകയും ചെയ്യണമേ. നിത്യവും ഞങ്ങളിൽ വസിക്കുന്നവനായ പരിശുദ്ധാത്മാവേ, അനുതാപത്തിന്റെ അരൂപി ഞങ്ങൾക്ക് തരണമേ. പാപത്തിൽ നിന്നും പാപ സാഹചര്യങ്ങളിൽ നിന്നും ഞങ്ങളെ അകറ്റണമേ. എല്ലാ വിജ്ഞാനത്തിന്റെയും അറിവിന്റെയും ഉറവിടമായ പരിശുദ്ധാത്മാവേ, യേശുവിന്റെ വചനങ്ങളാൽ ഞങ്ങളെ പ്രബുദ്ധരാക്കണമേ. വിശ്വാസത്തിൽ ഉറപ്പിക്കുകയും പ്രത്യാശയിൽ നടത്തുകയും ചെയ്യണമേ. വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്നവനും ദുഃഖിതരെ ആനന്ദിപ്പിക്കുന്നവനുമായ പരിശുദ്ധാത്മാവേ, അവിടുത്തെ സമാശ്വാസത്തിന്റെ ശീതല ഛായയിൽ ഞങ്ങളെ നിർത്തണമേ. സ്നേഹത്തിലും വിശുദ്ധിയിലും ഞങ്ങളെ വളർത്തണമേ. അഗതികളുടെ ആശ്രയവും വരങ്ങളുടെ ദാതാവുമായ പരിശുദ്ധാത്മാവേ, അവിടുത്തെ അനുഗ്രഹത്തിന്റെ സമൃദ്ധിയാൽ ഞങ്ങളുടെ ദാരിദ്ര്യം അകറ്റണമേ. മനസ്സിന്റെ ശൂന്യത മാറ്റി ഹൃദയത്തെ ഉജ്ജ്വലിപ്പിക്കണമേ. ഞങ്ങളുടെ മധ്യസ്ഥനും മാർഗവുമായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ വഴികൾ അങ്ങ് നേരെയാക്കുകയും
വഴിതെറ്റിപ്പോയവരെ നേർവഴിക്ക് തിരിക്കുകയും ചെയ്യണമേ. സത്യത്തിലും നീതിയിലും ഞങ്ങളെ നടത്തണമേ. ഐക്യത്തിന്റെ നിദാനമായ പരിശുദ്ധാത്മാവെ, അകന്നു പോയവരെ അടുപ്പിക്കുകയും ഭിന്നതകൾ അകറ്റുകയും ചെയ്യണമേ. ഞങ്ങളുടെ നെടുവീർപ്പുകളിലും വിലാപങ്ങളിലും ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. ഞങ്ങളുടെ മക്കളെ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കണമേ. പരിശുദ്ധമായ ശരീരങ്ങളാക്കി മാറ്റി വികാരങ്ങളെ, ചിന്തകളെ, ആസക്തികളെ തിരുരക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാവെ അങ്ങേക്ക് വസിക്കാൻ യോഗ്യമാക്കി തീർക്കണമേ. ഞങ്ങളുടെ സമ്മേളനങ്ങളെയും കൂട്ടുകെട്ടുകളെയും അങ്ങ് നയിക്കുകയും ഞങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളെയും ശുശ്രൂഷകളെയും ധ്യാനങ്ങളെയും എല്ലാ മീഡിയ മിനിസ്ട്രികളെയും വിജയിപ്പിക്കുകയും ചെയ്യണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. നമ്മുടെ എല്ലാ വ്യക്തിപരമായ നിയോഗങ്ങള്, പ്രാർത്ഥനകൾ സമർപ്പിക്കാം. പരിശുദ്ധാത്മാവിന് നിരക്കാത്ത, പരിശുദ്ധാത്മാവിന്റെ പരിശുദ്ധിക്ക് നിരക്കാത്ത എല്ലാ ശുദ്ധിയും മാലിന്യങ്ങളും കപടതയും വക്രതയും ആസക്തികളും ദുശീലങ്ങളും എല്ലാ മ്ലേച്ഛതകളും നമ്മളെ വിട്ടുപോകാൻ വേണ്ടി നമുക്ക് തീരുമാനിക്കാം, ആഗ്രഹിക്കാം, അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങനെ നമ്മെ തന്നെ ഒരുക്കി നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ മക്കളൊക്കെ ഒരുങ്ങി പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവാൻ ഇടയാകട്ടെ. നമ്മുടെ രോഗങ്ങള്, വേദനകളൊക്കെ സമർപ്പിക്കാം. പ്രത്യേകിച്ചും കർത്താവിൻ്റെ വലിയ കരുണ സാമ്പത്തിക മേഖലയിലൊക്കെ അതിശക്തമായി പ്രകടമാകാൻ വേണ്ടി പ്രാർത്ഥിക്കും. മക്കളെ, ജോലി ചെയ്തിട്ടും ശമ്പളം കിട്ടാത്ത മക്കള്, ജോലി കിട്ടാത്ത മക്കള്, സാമ്പത്തികമായി തകർന്നു പോയ മക്കള്, കടബാധ്യതയാൽ നീറുന്ന മക്കള്, എല്ലാവരെയും നമുക്ക് സമർപ്പിക്കാം. പരിശുദ്ധാത്മാവെ അങ്ങ് ഏറ്റെടുക്കണം. അങ്ങയുടെ സമൃദ്ധി കർത്താവെ എല്ലാ മക്കളിലേക്കും ചൊരിയണം. എല്ലാ അനുഗ്രഹങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വരാശീർവാദത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ, പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. എല്ലാ കൃപകളും വരങ്ങളും ചിന്തി പരിശുദ്ധാത്മാവിന് വസിക്കാൻ യോഗ്യമായ ശരീരമായി, മനസ്സായി, ചിന്ത, വികാര, ഹൃദയം എല്ലാം മാറട്ടെ. അതിനുവേണ്ട അഭിഷേകം, വിശുദ്ധി, ശക്തി ആശീർവാദത്തിലൂടെ മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, നമ്മുടെ വ്യക്തി ജീവിതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച മക്കളെ, ഹല്ലേലൂയ. യേശുവേ കരുണയായിരിക്കണേ കർത്താവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.